ബാല്യവും കൗമാരവുമാണ് ഇനി വായിക്കുന്ന ഭാഗം. ദമ്പതിമാരെ ബാല്യം കൊണ്ടേ വഞ്ചിപ്പിച്ചു, സമ്പ്രതി കൗമാരവും സംപ്രാപിച്ചതുമല്ലേ. വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകമുപനയിച്ചതു ബാലന്മാരെ. ശ്രുതികളോട് പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ, സ്മൃതികൾ ഉപസ്മൃതികളും അശ്രമമെല്ലാം പാഠമായത് പാർത്താൽ എന്തൊരത്ഭുതം. പാഠവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ. സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും. സഹസ്രവത്രോത്ഭവപുത്രനാം വസിഷ്ഠൻ്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ തനോവേദാംബോ നിധി പാലകന്മാരായി വന്നു തനയന്മാരെന്നത് കൊണ്ട് ഒരു ദശരഥൻ മനസ്സിൽ വളർന്നൊരു പരമാനന്ദം പൂണ്ടു. മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി. ആമോദം വളർന്നുള്ളിൽ സേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ. കോമളന്മാരായ്മയും ഭരത ശത്രുഘ്നന്മാർ സോമഭൃത്യകഭാവം കൈക്കൊണ്ടാരനുദിനം. രാഘവനത് കാലം ഏകത കൗതൂകലാൽ വേഗമേറിയിടുന്നൊരു തുരക രഥമേറി പ്രാണസംവിധനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതൂണീര ഖഡ്ഗാദ്യായുധങ്ങളും പൂണ്ടു കാനനദേശേ നടന്നിടിനാൻ. നായാട്ടിനായി കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ. ഹരിണ ഹരി ഹരി കരടി ഗിരി ഗിരി ഹരിഷാദൂലാദികളെ അമിത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു. ജനകൻ കാൽക്കൽ വച്ചു വിധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. നിത്യവും ഉഷസുത്തായ കുളിച്ചൂത്തു ഭക്തി കൈക്കൊണ്ട് സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനകജനനിമാ ചരണാംബുജം വന്നിച്ചനുജനോട് ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു. ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു. ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാ മൃഷ്ടഭോജനം കഴിച്ചത. ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസ നിത്യം. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂമിപാലക വൃത്തി കൈക്കൊണ്ടു വാനേടിനാൻ. ചേതസ വിചാരിച്ചു കാൺകിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനല്ലില്ലല്ലോ വികാരവം. ചിന്തിക്കൽ പരിണാമമില്ലാതൊരാത്മാനന്ദം എന്തൊരു മഹാമായ വൈഭവം. ചിത്രം ചിത്രം